ഹലോ, 44 മണിക്കൂറിൻ്റെ ട്രെയിൻ യാത്രൻ്റെ ശേഷം ഡൽഹിയിൽ പോളി വൈ ഒരു സുമുദ്രി. ഞാൻ പോത്ത് പോലെ ഉറങ്ങുന്നുണ്ട്, കണിച്ചൊക്കെ ഉറങ്ങുന്നുണ്ടോ? പിന്നെ മുകളിലുണ്ട് സാധനം, എനിക്ക് നീച്ചാൻ മടിയായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടോ ഗൈസ്? ഡോഡോ ഓയ്, ഹലോ കോയ്, ഇതൊക്കെ നല്ല വർക്കിലോ. അപ്പോൾ രാവിലെയുള്ള ഡൽഹി എത്തിയിട്ടില്ല, ഡൽഹി എത്താറായിന്. നല്ല കിട്ടുന്ന ക്ലൈമറ്റാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മനുഷ്യൻ്റെ ഒരു സൈക്കോ വീഡിയോ വരുന്നുണ്ട്, ഐഡിയ പുള്ളിൻ്റെതാണ്. പക്ഷെ നിൽക്കുന്നത് അതിനങ്ങനെയാണല്ലോ. ഒരു ഡാം ഉണ്ട് കേട്ടോ, ഡാമിലുള്ള അണക്കെട്ട് കിട്ടിയിട്ട് മോനെ ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ പോയാൽ റോഡാ. ഇവന് കഴിഞ്ഞ ആഴ്ച അങ്ങനെ മൂന്നാറ് പോയി, അതിന് ശേഷം അങ്ങനെ മേലക്കൂടെ ഉള്ള റോഡ് കണ്ടാൽ ഫുള്ള് ഡാമാണെന്നൊക്കെ പറയുന്നത്. ഇതിലെന്താന്നറിയില്ല, ഗോതമ്പാണോ അത് വേറെ എന്താണെന്നറിയില്ല. ഗോതമ്പില്ല, എന്ത് കടുകോ? കടുകിൻ്റെ ഒക്കെ ഇന്നലെ കഴിഞ്ഞു. ബിരിയാണിൻ്റെ ഉണ്ടല്ലോ, ഇത് ഞാൻ കട്ടില്ലടാ. അപ്പോ നമ്മള് ഏറ്റവും ചെറിയ റേറ്റിനാണ് ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തത്. നിസാമുദ്ദീൻ വരെയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതിന് സെക്കൻഡ് സിറ്റിംഗ് എന്നാ പറയാം. 560 രൂപ, 560 അല്ലേ, 590 രൂപയാണ് ആയത്. സ്ലീപ്പറിന് ഏകദേശം 1000-ൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഹാക്ക് ടിപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സിറ്റിംഗ് എടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് സീറ്റ് ഉണ്ടാവും, പക്ഷേ ഒരു സീറ്റിൽ 4 ആളുണ്ടാവും. ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ. പക്ഷേ നമ്മളതിലായതുകൊണ്ട് വല്ലാണ്ട് അങ്ങനെ ഒന്നും ആളില്ലേനു. അപ്പോൾ അൻഷിത് അവിടെ കിടന്ന്, ഞാൻ നേരെ ലഗേജ് വെക്കണ മേലെ കിടന്ന്. ഹിന്ദി അറിയാട്ടോ, അത് പബ്ജി കളിച്ച് ശീലായതാ. പബ്ജി കളിച്ച് ഹിന്ദി അടിച്ച് ഏകടുത്ത് ഓളച്ചില്ല. പിന്നെ എനിക്ക് ബൂസ്റ്റാ अല്ല कितना वड़ापाव नहीं है, वड़ापाव भाई है 20 है ना, 20 नहीं है 20 എന്താ കാണാനല്ലോ ഉള്ള ഒന്നുമില്ലല്ലോ ഇതില്. അതാ പറഞ്ഞു, ഇനി പാൽപ്പൊടി പഞ്ചസാരൊക്കെ നമ്മൾ എക്സ്ട്രാ ഇടാൻ കഴിയും. ചെങ്ങായി ഉണ്ടല്ലോ, രാവിലെ നല്ല തണുപ്പ്, നല്ലതൊന്നുമില്ല. അപ്പോത്തിന് 2 ഗ്ലൗ, ക്യാപ്പ്, ഗ്ലൗ, സകല സാധനങ്ങൾ എടുത്തിട്ടാണ്. ചേച്ചിൻ്റെ മോൻക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ചെക്കന് പരിചയപ്പെടുത്തി കൊടുക്കണം. ചെക്കൻ പറഞ്ഞ വീഡിയോ എടുത്തപ്പോൾ ആ ഫാമിലി ഒന്നായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക.
കോൺടാക്ട് നമ്പർ കൊടുക്കണം മോനക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ട്രെയിനൊപ്പം കിട്ടിയതാണ്, കഴിഞ്ഞ സ്റ്റേഷനിൽ നിന്ന് കയറിയതാണ്. ഞാൻ വീഡിയോ കണ്ട് മിഥുരാജിനായിട്ട് കമ്പനി ആയിക്കണ്ട് കോൺടാക്ട് മേലെ കൊടുത്ത് കണ്ട്. മോൻ്റെ പേര് സത്യ തന്നെയാണ്. അപ്പോൾ അങ്ങനെ 2.5 ദിവസത്തിന് ശേഷം ഞങ്ങളിതാ നിസാമുദ്ദീനിലെത്തി ഗൈസ്. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഷെഫീഖിനെ ഞാനന്ന് ഓൾ ഇന്ത്യ റൈഡിൽ പരിചയപ്പെട്ടാണ്. ഇന്ന് ഷെഫീഖിനെ മൂഞ്ചിക്കും. ഷെഫീഖിന്റെ കൂടെയാണ് ഇന്നത്തെ സ്റ്റേ. പിന്നെ ഡൽഹി മാർക്കറ്റ് ഒന്ന് നൈസായിട്ടൊന്ന് തെണ്ടണം, അത്രേ ഉള്ളൂ. ചെറിയൊരു പർച്ചേസ് അല്ല, ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞത്, ജാക്കറ്റ് എന്തോ എടുക്കണം, അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അഞ്ചാക്ക് എന്താ പറയണ്ടോ? ഫുഡ് കഴിക്കണം ആദ്യം. നല്ല വിശപ്പുണ്ട്. രാവിലെ ഒരു കട്ടൻ ചായ എന്നാലും പറ്റിച്ചതാണ്. എന്താ ചെയ്യുക? ഡൽഹിയിൽ മാർക്കറ്റ് കയറാണ്ട്, അതുകൊണ്ടാണ് ബാഗൊന്നും തന്നെ മറിച്ചത്. കള്ളന്മാരെ ശല്യം നല്ല ഉണ്ടെന്ന് പറഞ്ഞത്. പിണ്ടും മറിച്ചണം, ഓൻ്റെ മറിച്ചിക്കണം. അത് അവിടെ തന്നെയാണ്, ട്രെയിനിൽ തന്നെയാണ് തീർത്താൽ പിന്നെ കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് സെറ്റാക്കി തരണം. അടുത്ത പ്ലാൻ എന്താ പോലെ? അത് മാത്രം ചോദിക്കരുത്. ഷെഫീഖിനെ കാണുന്നു, ഉറങ്ങുന്നു. हमारे फ्रेंड है इधर है फ्रेंड इधर है ഗൈസ്. ഇതാണ് ഇവിടുത്തെ സീന്. എന്തെന്നാലും കുറേ ടാക്സിക്കൊക്കെ ഇങ്ങനെ ചോദിച്ചു തരും. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകേണ്ടിന്ന് അറിയാത്തതുകൊണ്ട് ഫ്രണ്ട് ഉണ്ട് കാരണം കഴിച്ചില്ല. ഇനി ബാക്കി എന്താന്ന് മനസ്സിലാകുന്നൊന്നും അറിയില്ല. ഞങ്ങൾക്കെന്ത് പറയുന്നത്? ഇവിടെ ഓൾ കേരള റൈഡർ സ്ഥാനം ഫുള്ള് മലയാളീസ് കേട്ടോ. വെറുതെ ഇങ്ങനെ തെണ്ടി നടന്നാണ്. നിങ്ങളെവിടെ വീട്? എവിടെ? പാലക്കാടോ? നിങ്ങളൊക്കെ? കോട്ടയം. നിങ്ങളെവിടെ? ഞങ്ങൾ മലപ്പുറം. ഞങ്ങളത് അങ്ങനെ പ്ലാനൊന്നുമില്ല. എന്നാ ഓക്കെ ശരി. ഓൾ ഇന്ത്യ അല്ല ഓൾ കേരള റൈഡർ വിട്ട് അപ്പോൾ ഓരോ നൈസായിട്ട് ഈക്വല്. എന്നാ ഓക്കെ ശരി, പിന്നെ കാണാം. അവിടെ വെച്ചൊക്കെ കാണാം. തരോ ഈ ഞാൻ വിളിക്കാം. അവിടെ നിന്ന് നിങ്ങളെന്താ അവിടെ നിന്ന് റിട്ടേൺ 3-4 ദിവസം ഉണ്ടാവും. കാണാം. എന്താ പറയാ? അപ്പോൾ ഓക്കെ. ഇനി നമ്മളെ പ്ലാൻ എന്താ? അങ്ങനെ ഫസ്റ്റ് ടീം അത് പിന്നെ നമ്മൾ അറിയുന്ന ടീമിന് ഒരു സ്ലീപ്പറിലായിരുന്നു. ഞങ്ങൾ പിന്നെ പൈസ ഉള്ള ടീമായതുകൊണ്ട് സെക്കൻഡ് ടീം. അപ്പോൾ ഇനി സീനില്ല. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് അറിയില്ല. कितना किलोमीटर है? 1 किलोमीटर है. अगर मेट्रो छोड़ दूँ बता चाहिए 2 किलोमीटर बता 1 किलोमीटर है 2 किलोमीटर बता मेट्रो. മെട്രോക്ക് പോകണം. മെട്രോക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, അവിടുന്ന് അടുത്തുള്ള മെട്രോക്ക് പോകണം. മെട്രോന്ന് നേരെ നവോദയ പോകണം. നവോദയയിലാണ് ഷെഫീഖിൻ്റെ റൂം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ബസ്സിന് പോയാലല്ലേ ഏറ്റവും വില കുറവെന്ന്. പക്ഷെ ബസ്സിന് പോവുകയാണെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടാവും. എന്താ ചെയ്യേണ്ടത്? നമുക്ക് വെറുപ്പിക്കാം. പോണ്ടേ? കാര്യമില്ല. അപ്പൊ നമ്മളൊന്നൂടെ ഡൽഹി റെയിൽവേയിൽ കയറുകയാണ്. നിസാമുദ്ദീനില് കയറ്റം അറിയില്ല, കാരണം ഒരു പ്രാവശ്യം ഇറങ്ങിയതാണ്. നമുക്കൊന്ന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോകണം, മെട്രോ സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് അവിടുന്ന് നവോദയക്ക് ട്രെയിൻ കയറണം, മെട്രോ കയറണം. അവിടെയാണ് ഷെഫീഖ് ഉള്ളത്. അപ്പം ബാക്കി ഇനി ഇവിടുന്ന് കയറ്റോ ഇല്ല അറിയില്ല. എന്തായാലും പോയോക്കാം. ഇവിടുത്തെ ടാക്സിക്കാരൊക്കെ പോലെ കേട്ടോ, നല്ല കെയറിങ്.
സർക്കാരിന് എത്ര വീട്ടുകാരെ കാട്ടിലും പൊളിയാണ്. ഇവിടെ കയറ്റോന്നാണ് ക്യാമറ. അങ്ങനെ ഇവിടെ നിന്ന് ഉള്ളിൽ കയറ്റി ഇവിടെ നിന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ക്യാമറ ഓഫ് ആക്കാൻ പറയാം, നമുക്ക് ചെയ്യില്ല. എന്റെ പേരെന്നാലും ഇവിടെ പോയത് പൈസ കൊടുക്കാനില്ലാലോ, അപ്പൊ ചെയ്യില്ല. ഇനി ബാക്കി വരണോടത്ത് വെച്ച് അപ്പൊ നമ്മക്കിതാ ഇതിക്ക പോലെ കാണുന്നുണ്ടോ അറിയില്ല. മെട്രോ സരൈക്കലേക്കാനോ അങ്ങനെ എന്തോ പേരാ. അപ്പൊ നമ്മള് ഏതായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ ഏകദേശം മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ക്യാമറ പറ്റുമോ നല്ല ഡൗട്ട്. ക്യാമറയുണ്ട്, കത്തിയുണ്ട് കയ്യിൽ. അത് രണ്ടുള്ളിലേക്ക് കയറ്റുമെന്ന് ഡൗട്ടാണ്. ബാക്കിയൊക്കെ സെറ്റാണ്. ഇങ്ങനെ വിളിച്ചത് ഇവിടെ കാർഡ് ഉണ്ടോ? ഇവിടെ പൈസ അതിൻ്റെ ഉള്ളിലിടലോ, ഒരു മെഷീനുള്ളിൽ കണ്ട്. പൈസ അഞ്ചത് ഒരു കോഴിയല്ല കൈ. ഞാൻ തൊണ്ട് കൈ എന്ത് പോയതല്ലേ. ഞാനൊന്നും കണ്ടില്ല. ഈ അതേ മെട്രോയില് ഞാൻ ഫസ്റ്റ് ടൈം അല്ല. ഞാൻ പണ്ട് ഇവിടെ പോയപ്പോൾ അമേരിക്കയിലായിരുന്നു 2-3 മാസം. അത് തള്ളാനല്ല, സീരിയസ് ആയിട്ടാ കാര്യം. ഇവിടുന്ന് പറയണ വല്ല കേൾക്കുന്നുണ്ടാവോ? അങ്ങനെ നോയിസൊക്കെ വോയിസ് അല്ല ഏണ്ടായി ഓടണേ. ചെക്കനെ കാണിക്കാൻ പറഞ്ഞാണ്. ഇവിടെ കുറച്ചു നേരം പോസ്റ്റ്. ഇവിടെ വരെ പോകണം. നവോദയയിലാണ് ഷെഫീഖുള്ളത്. ഇവിടുന്ന് കാർഡ് എടുക്കാനുള്ള പ്ലാനാണ്. ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിടിച്ച സീനാണ് ഗൈസ്, സീനാണ്. ഫോണിൽ എന്ത് മൈക്ക് വെച്ച് കണ്ടത് कितना है क्या 151 card. Oh, one card. How many days? Card is valid for 10 years. Okay. There will be 100 rupees recharge in the card. Okay. Got it? Oh, okay. പത്തല്ലോ 10 കൊല്ലം ഉണ്ടാവും. പൈസ ക്യാമറ क्या ഡോ കാർഡ് 150 150 ഓണാണ്. ഒന്നടിക്കോ ഇങ്ങനെയൊക്കെ ഇരിക്കോ ഓടാ ഇവിടെ ഇവിടെ അല്ല, ഇവിടെ കയറിക്കോ. അഞ്ഞ കയറിക്കോ. ഏതാക്കല് അങ്ങനെ വെച്ചാൽ അങ്ങനെ കാണിച്ചാൽ മതി. വിട്ടോ. മനസ്സിലായില്ലേ? നീ പ്ലാറ്റ്ഫോം നമ്പർ എത്രയാടാ?
പോലത്തെ ഇത് നോട്ട് ഈസി ടു ഫോർ. ഇരിക്കണ്ടെന്നുള്ളവർ തന്നെ മലയാളി എന്താ പോലെ സീന് ചെറുതായിട്ടൊന്ന് മൂഞ്ചി പോയി. വേറെ ഒന്നല്ല, നമ്മള് കയറിയ ട്രെയിന് അങ്ങോട്ട് പോണില്ലല്ലോ, മെട്രോ. ചതിച്ചതാ, ഞങ്ങളെ ചതിച്ചതാ. വെറുതെ 40 രൂപ പോയി. 40 പോയിട്ടൊന്നുമില്ല. പോയിട്ടില്ല. അങ്ങോട്ട് എങ്ങോട്ടേലൊക്കെ പോകും. പൈസ അങ്ങനെ പോകുന്നില്ല ഗൈസ്. ഇന്നുള്ളത് പറയാണെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു ഇവ എങ്ങോട്ട് പോയാൽ ഇവിടുന്ന് ഏതായാലും ട്രെയിന് കയറിയാൽ മതി. പിന്നെ ഹിന്ദി ഞങ്ങൾക്ക് നല്ലോണം അറിയണോണ്ട് വേറെ എവിടെയും പൊടുകയില്ല. നമ്മളിപ്പോ ഉള്ളത് ഇതാ ഈ ഒരു വിഹാർ പോക്കറ്റ് വണ്ണില്. ഇവിടെ നമ്മൾ ഇങ്ങനെ പോയി ഇതാ ഇവിടെ എത്തണം, രജോറി ഗാർഡനിൽ എത്തണം. എന്നിട്ട് അവിടെ നിന്ന് ബാക്കി നവോദയക്ക് വേറെ പിങ്കില് ബ്ലൂ ലൈനിൽ കയറണം. ലോട്ടസ് ടെമ്പിൾ അറിയില്ല. ലോട്ടസ് ടെമ്പിൾ അറിയില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് വേണ്ടി സീറ്റിൽ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയുണ്ട്. പക്ഷേ പവർ ഓഫ് മലയാളീസ് ഇരിക്കുന്നുണ്ടോ? അവിടെ തന്നെ കയറിയുന്നുണ്ടോ? അത് പിന്നെ നമ്മക്ക് എന്തായാലും കൊറോണ ഒക്കെ അഥവായിട്ട് ഉണ്ടാവൂല. ഉണ്ടാവില്ല. അതായിട്ട് ഉണ്ടെങ്കിലും സീനില്ല. നമ്മളെ ലഗേജൊക്കെ അവിടെ ഉണ്ട്. അപ്പോ ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റേഷൻ എത്തണം. അപ്പോൾ ഇവിടെ എത്തി. ഇവിടുന്ന് ഏതാ ബ്ലൂ ലൈൻ അല്ലേ? ഇവിടുന്ന് ബ്ലൂ ലൈനിൽ കയറിയിട്ട് നവോദ പിങ്ക ബ്ലൂ ലൈനാണ്. ബ്ലൂ ലൈനല്ലേ? ഇവിടുന്ന് ബ്ലൂ ലൈന് തിരഞ്ഞ് പോകണം. ബ്ലൂ ലൈൻ ഉണ്ടോ? ഇതാണ് ബ്ലൂ ലൈൻ. ഇതാണ് ബ്ലൂ ലൈൻ. ഇതാണ് ബ്ലൂ ലൈൻ. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ബ്ലൂ ലൈൻ ഉള്ളത്. മനസ്സിലായില്ല ബ്ലൂ ലൈന്? തണുപ്പുണ്ടല്ലോ. ടൈം എത്രയായി? ഇപ്പൊ ഏകദേശം 3:30 ഇപ്പോഴും നല്ല തണുപ്പാണ്. അയ്യാ ഞങ്ങൾക്ക് വിശക്കുണ്ട്. അവിടെ ഷെഫിക്ക് നമുക്ക് ഫുഡൊക്കെ സെറ്റാക്കിയെന്ന് പറഞ്ഞാണ്. അപ്പൊ പിന്നെ അവിടുന്ന് കഴിക്കണ്ടല്ലോ. നമ്മൾ മാക്സിമം പൈസ ലാഭിക്കാം. അതാണ് നമ്മളെ പ്ലാൻ. ചെക്കൻ കുറുകാണ്. ഓടുപോയി. ബ്ലൂ ലൈൻ ബ്ലൂ ലൈൻ ബ്ലൂ ലൈൻ. പിന്നെ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഇന്നൊന്ന് ഡൽഹി മാർക്കറ്റ് ഇറങ്ങണം. 2-3 മാർക്കറ്റ് ഉണ്ട്, ഫുള്ള് കറങ്ങാം. പിന്നെ ഷെഫീഖിൻ്റെ കൂടെ അന്നത്തെ സ്റ്റേ പിന്നെ ഷെഫീഖിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ വിളിച്ച്. പിന്നെ നാളെ വൈകുന്നേരം നാളെ ചിലപ്പം മണാലിക്ക് എങ്ങനെയെങ്കിലൊക്കെ പോകും. അതാണ് പ്ലാന്. ബാക്കി നമുക്ക് അവിടെ എത്തിയിടുക. വീണ്ടും ബ്ലൂ ലൈൻ. രണ്ട് കാര്യങ്ങൾ എടുക്കട്ടെ. സൈക്കോ സൈമൺ നോക്കണ്ടോ? നോക്കണോ? പാവൽ മനുഷ്യന് ഫുഡ് വേണോടോ? എന്നാ അങ്ങനെന്താ വേണ്ടി? പബ്സ് വേണം. പബ്സ് വാങ്ങിച്ചു തരാം കേട്ടോ. ഇതാണ്ടാ ബ്ലൂ ലൈൻ അങ്ങോട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇത് എങ്ങോട്ട് അതിന്റെ മുകളിൽ മറ്റേ സാധനം പോകും.
നമുക്ക് ലിഫ്റ്റ് കയറാം ഗൈസ്. അവിടെ നടന്നോടാ അയ്യൊക്കെ എന്തിനാ ലിഫ്റ്റ് കയറണം? പോത്ത് പോലെ വലുതായില്ലേ ഇജ്ജ് പോയാ? അയ്യാ എൻ്റെ ബാഗിലൊരു തേങ്ങയില്ലല്ലോ, ഒക്കെ എൻ്റെ ബാഗിലല്ലേ. അവിടെ തന്നല്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. കറക്റ്റ് ടൈമിംഗ് ആണ്. ദവർക്കേക്കല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് ഇതാ നവാദ. അയ്യോ അവിടെ സീറ്റില്ലല്ലോ. അങ്ങനെ നവോദ എത്തി. നവോദ കൂടോ. ഇനി ഇവിടുന്ന് ഷഫീഖിനെ വിളിക്കണം. ഇവിടുന്ന് അങ്ങനെ നടക്കാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. അന്ന് പോയെന്ന് അങ്ങനെയായിരുന്നു. ഏതായാലും പോയോ കേട്ടെ. ഒന്നിറങ്ങി. ഇപ്പൊ ഷഫീഖ് വരാ പറഞ്ഞാണ്. ആ ഉണ്ട്. ആക്കണ ആരിതാ ഈ വൈക്ക്. ഗൈസ് ഇതാണ് മിസ്റ്റർ ഷഫീഖ്. ഗോപ്രോ ഓഫ് ആക്കാൻ ടൈം ആയിട്ടില്ല. റൂം കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ഞാന്. ഇതെങ്ങനെ ട്രിപ്പിലൊക്കെ പോകും ഗൈസ്? നല്ലൊരു ട്രിപ്പാണ് ഗൈസ്. പോലീസൊന്നും എന്റെ വീഡിയോ കാണൂലല്ലോ. ഡൽഹി പോലീസൊക്കെ നമ്മളെ ഏരിയക്ക് വരില്ല ഗൈസ്. നമ്മൾ ട്രിപ്പ് ഡൽഹിത്തെ ട്രിപ്പ് നോട്ട് ചെയ്ത് ഈ മറ്റേ ബാറ്ററി ക്യാമറ കണ്ണുകൾ നോട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത്. ക്യാമറ ഓഫ് ആക്കും നല്ലത്. റോഡാണ്. ഫ്രണ്ട് തളപ്പിക്ക്. അല്ല എന്റെ തൊട്ട് ഫ്രണ്ട് തളപ്പിക്ക്. അയാൾ എന്നെ പിടിക്കും. ഫുഡ് കഴിച്ചില്ല. ഈ ഇവിടെ ചോറിന്റെ അറിഞ്ഞിട്ട് ചോറുണ്ടാക്കാൻ പോണേ ഉള്ളൂ. വെള്ളം കിട്ടിയിട്ടില്ല. ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ ഫ്രഷ് ആകുമ്പോഴത്തേനും സെറ്റാവും. ഓണടി ചാച്ചി അമ്മച്ചി റൈഡർ ലൈഫ് തന്നെ നമ്മളെ ബിൽഡിങ് നമ്മളെ വില്ലതാണ്. അങ്ങനെ റൈഡ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് കടക്കാണ്. ഡൽഹി തെരുവഴികളിലൂടെ. ചേട്ടാ ഡ്രൈവർ കം. മണാലിത്തെ കിങ്, ഡൽഹിത്തെ കിങ്. ഇവിടെ ഇതാണ് എൻട്രൻസ്. അല്ല മറ്റേ റൂം എന്താ ഒഴിവാക്കി? കൊട്ടാരോ അങ്ങനെ റൂം എത്തി. നിങ്ങൾ കിടക്കണം അവിടെ. അതല്ല ഞാനോട് പറഞ്ഞു ഇത്രയും അർജന്റ് എടുത്തുകൊണ്ട് തള്ളു. എവിടെ കന്നാലും തള്ള. ഞാൻ ഫുഡ് ഉണ്ടാക്കണേ ആശാൻ. പിന്നല്ല മത്തിയാണ് ഇവിടുത്തെ സ്പെഷ്യല്. മത്തി കേബേജ് കേബേജ് പിന്നെ മത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം? തോണി പറഞ്ഞു കൊടുക്കണേ. എങ്ങനെ ഇവിടെ എത്തി? മത്തി എങ്ങനെ എത്തി? ഞാൻ വലിയൊരു പ്രബന്ധമായിട്ട് അവതരിപ്പിച്ചു. ആയക്കടലിൽ പോയി പിന്നെന്താ ബോട്ടിൽ വന്ന് പുഴന്ന് പിടിക്കലല്ലേ? എങ്ങനെയുണ്ട് ഫീല്? കുളിച്ചേ
എന്തായിരുന്നു ഇങ്ങനെ ഉണ്ടാവില്ലല്ലേ സർവീസ് ചെയ്യണം ഫുഡ് സെറ്റ് ഇടാം. ഇതാണ് മത്തി ഷവായ, മത്തി ഷവർമയും പിന്നെ മോര് കറി മത്തി ഷവർമ പിന്നെ ക്യാബേജ്. മലപ്പുറം ഉണ്ണിയ സ്പെഷ്യലാണ്. മലപ്പുറം സ്പെഷ്യൽ ആരല്ല ഇതാ എത്രയൊക്കെ തന്നെ. ഇതാണ് മെയിൻ ഷെഫ് അശാന, മെയിൻ ഷെഫ്. മത്തി പറഞ്ഞ ഫേവറേറ്റ് ഉള്ള ഡൽഹിക്കാരൻ. ഇത് വേറെ മത്തി ഷവർമ ഉള്ളത് എന്താ? മത്തി ചമ്മന്തി. മത്തി ചമ്മന്തി ഉണ്ട്. പിന്നെ ഇത് കറി എന്താണ്? അത് മോര് കറി തലക്കൊന്നും കാണിച്ചിട്ടോ എടുത്തിട്ട് കഴിച്ചോട്ടാ. ഇതിനെന്താ? അത് ക്യാബേജ് എന്തും പോകും. അങ്ങനെ ആവേശിക്കുമാർ എന്ത് ഇതിന്റെ ടേസ്റ്റ് എന്തായാലും കുറച്ച് ടേസ്റ്റ് ഒക്കെ മതി. മത്തി എന്തിന് ഷവർമ മത്തി ടേസ്റ്റില്ലേ? മത്തി ഷവർമ ആ മത്തി ഉപ്പിട്ട് അല്ല ഓനെ സ്റ്റാർട്ടിങ് ആണ്. സ്പൂൺ ഉണ്ട് മോനെ, ആക്രാന്ത തൊട്ടുണ്ടോ തലക്കുന്നത് ആവശ്യത്തിന് മാത്രമേ ഇറക്കുള്ളൂ. അതാണ്ടോ നാടോടെ പോയിരുന്ന് കഴിച്ചോ. അപ്പൊ ഡൽഹി വെറുതെ തെണ്ടാനും വേണ്ടി ഇറങ്ങിയതാണ്. ഡൽഹി തെരുവോരങ്ങൾ എന്ത് എന്നോട് മലയാളത്തിൽ പറഞ്ഞല്ലേ തണുക്കുന്ന്. ഇത് ചെരുപ്പാണ് നനഞ്ഞിടും. അപ്പോൾ അതിമന്നൊരു ചെറിയ തണുപ്പ്. സൈക്ലിസ്റ്റ് പോകുന്നു. സൈക്ലിസ്റ്റ് എന്ന ഞങ്ങളുടെ വീക്ക്നെസ്. അവിടുന്ന് സൈക്കിളായിട്ട് വരുന്നത് ഇപ്പോൾ എത്ര ടൈം എടുത്ത്? 32. മൂപ്പരത്തുള്ളേന്ന് പോക്കൊക്കെ പോകണ്ടോ? എൻ്റെ പോകണ്ടോ? ഞങ്ങൾക്ക് പോകാം. യെസ് അതെ, മാസ്ക് ഇട്ട് വെക്കൂട്ടോ. ഇവിടെ എല്ലാരും സ്വെറ്ററൊക്കെ ഇട്ട് നടക്കാറ്. ഇവിടെ ഒരുത്ത തുണി ഇട്ടിട്ട് മലയാളി हैदराबादी बिरयानी. हैदराबादी वाइट वाली. മറ്റേ എത്ര കിട്ടും? എന്താ പറയാ, തോട്ടശ്ശേരിയോ നോക്കല്ലേ അങ്ങനെ നൈസായിട്ട് റൊട്ടി വാങ്ങിയേ. നൈസായിട്ട് റൊട്ടി വാങ്ങി. പിന്നെന്താ, പിന്നെ റൂമിൽ ഫുഡ് ഉണ്ടാക്കിയത് ചിക്കനായിട്ട് എന്തൊക്കെ ആശാന്മാരുണ്ടാക്കിയത്. അങ്ങനെ തിരിച്ച് റൂമിൽ പോകുന്നു. ചെറിയൊരു ഹാപ്പി. പിന്നെ നാളെ കൽക്കേക്ക് കയറും ട്രെയിനിൽ. ചിലപ്പോൾ ഒന്ന് ഉറങ്ങാണ്ട്. ഓൻ എഞ്ഞ ഉറങ്ങി അവിടെ അടിയാവുക. തീരുമാനമായിട്ടില്ല. ക്ഷീണം മാറിയിട്ടില്ല, യാത്ര ക്ഷീണം. പിന്നെന്താ പറയല്ലേ, എന്തോ പറയണ്ടല്ലോ ഗൈസ്. നോക്കിയാൽ നല്ല രസമല്ല ഗൈസ്. പിന്നെ ഡൽഹിയിൽ നിന്നുള്ള ബാക്കി വീഡിയോസൊക്കെ റിട്ടേണിലാവും കേട്ടോ. കാരണം കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. ഇന്ന് ഡേറ്റ് ഏകദേശം 11-ാം തീയതി ആയിരുന്നു. 10-ാം തീയതി.
ഈ വീഡിയോ എന്നാ വരികയെന്ന് ഞങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ മിഞ്ഞാന്നെടുത്ത വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴാണ് വരെ ഞങ്ങൾക്ക് അറിയില്ല. നാളെ 11 വൈകുന്നേരം ഞങ്ങൾ മണാലി കയറും. മണാലിയല്ല, കൽക്കേ കയറും. നിങ്ങളെ പേരെന്തേനു? ബ്രോ. മൂപ്പര സ്റ്റോർ എന്താ അറിയോ? മൂപ്പർക്ക് ഒരു സ്റ്റോറി ഉണ്ട്. നമ്മളെ ഷെഫീഖാക്ക് ഹിന്ദി പഠിക്കാനും വേണ്ടി കൂട്ടിയ ആളാണ്, ഉത്തർപ്രദേശിലുള്ള ആളാണ്. അവസാനം ഷെഫീഖാനൊപ്പം കൂടിക്കാണ്ട് മൂപ്പര് മലയാളം പഠിച്ചു. ഷെഫീഖായിട്ട് ഹിന്ദി പഠിച്ചതും ഇല്ല, മൂപ്പര് മലയാളം പഠിച്ചു. കണ്ട പക്ക മലയാളം വർത്താനൊക്കെ പറഞ്ഞാല് ഞാൻ നാട്ടില് വീടോട് ചോദിച്ചപ്പോ പറയാ ഉത്തർപ്രദേശാണ്. നമ്മൾ ടൈം ഉണ്ടെങ്കിൽ മൂപ്പരെ വീട്ടിലൊക്കെ പോട്ടോ. കോളേജിൽ മലയാളീസ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ അല്ലേ? പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്നൊക്കെ മലയാളം പഠിക്കാൻ അറിയോ? അവിടെയും പഠിച്ചാണ്. 5 വർഷം അവിടെ ആയിരുന്നു. വയനാട്ടിലല്ലേ? 5 വർഷം വയനാട് ഉണ്ടായിരുന്നു കേട്ടോ മൂപ്പര്. നമ്മളെ ഹെവനിലോട്ടുള്ള റോഡ് പിന്നെ